നാലും മൂന്നും ഏഴാളെയും കൊണ്ട് SFI അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചങ്ങാതിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. ഇന്നലെ സംസ്കൃത കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾക്കകത്ത് കയറി നിന്ന് നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടാണ്. അങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞിട്ട് നാളെ തലപൊള്ളി എന്ന് പറഞ്ഞ് മോങ്ങാൻ വന്നിട്ട് കാര്യമുണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയ
ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ അപ്പുറത്തെത്തി പോലീസുമായി അടി വന്നാൽ താഴെ പോകും കേട്ടോ.
അവിടെ കൊണ്ടിടാ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ലക്ഷക്കണക്കിന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഒരു ആലോചനയും കൂടാതെ റദ്ദു ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്നാണ് SFI ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ സർവകലാശാല VC-മാരുടെ സെർച്ച് കമ്മിറ്റിയിൽ അതാത് സർവകലാശാലയുടെ പ്രതിനിധികളില്ലാതെയാണ് സെർച്ച് കമ്മിറ്റി ഇവിടെ ഒരു പൊന്നുതമ്പുരാൻ ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂപീകരിച്ചിട്ടുള്ളത്. SFI ഉള്ളിടത്തോളം കാലം ഈ കേരളത്തിലെ സർവകലാശാലകളെ ജാതിവൽക്കരിക്കാനുള്ള പൊന്നുതമ്പുരാന് ആരിഫ് മുഹമ്മദ് ഖാന് തന്റെ നീക്കം ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടോ, രാജ്യത്ത് നടപ്പിലാകുന്ന എല്ലാവിധ പരീക്ഷകളും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പരീക്ഷാ അതോറിറ്റി സംഘടിപ്പിക്കുന്ന സകലമാന പരീക്ഷകളും നാഷണൽ നിലവാരത്തെ നമ്മൾ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന എല്ലാ പരീക്ഷകളുടെയും സുതാര്യത നഷ്ടപ്പെടുന്ന നിരന്തരമായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഈ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഗൗരവം കാണിക്കാതെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാൻ തീർച്ചയായും നിർബന്ധിക്കപ്പെടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായിട്ട് രാജ്യവ്യാപകമായിട്ട് SFI പഠിപ്പ് മുടക്ക് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് പരീക്ഷ ഏത് ഘട്ടത്തിലാണോ ഈ സർക്കാർ അല്ലെങ്കിൽ NDA പിൻവലിച്ചത് ആ സമയം മുതൽ അർദ്ധരാത്രി മുതൽ പ്രതിഷേധവുമായിട്ട് രാജ്യത്തെ SFI തെരുവോരത്തുണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രതിഷേധങ്ങൾ തുടർന്നു പോവുകയാണ്. അതേ സമയത്താണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന അതേ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കേരളത്തിനകത്തുള്ള സംഘപരിവാരത്തിന്റെ കൊടിമൂത്ത തലമൂത്ത നേതാവ്, തലമൂത്തതെന്ന് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിൽ നിങ്ങൾ എടുത്തോ, തലമുതിർന്നൊരു സംഘപരിവാറുകാരൻ രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലെ ഗവർണർ പദ്ധതി ഉപയോഗിച്ച് തിട്ടൂരം നടപ്പിലാക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞു, സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാവിധ നിലവാരവും ഇല്ലാതാക്കിക്കൊണ്ട് സർവകലാശാലകളെ ശാഖകളാക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നു. ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇന്ന് കേരളത്തിലും രാജ്യത്തെമ്പാടും പഠിപ്പോടെ സംഘടിപ്പിക്കുന്നത്. അതിനെ മറ്റു കാര്യങ്ങൾ SFI സംസ്ഥാന സെക്രട്ടറി കൂടി സൂചിപ്പിക്കും. മറ്റൊന്ന്, ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് SFIക്ക് മാർക്കിടാൻ, SFIയുടെ സംഘടനാ ശൈലി പഠിപ്പിക്കാൻ, SFIയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് മുറി ട്യൂഷൻ എടുത്തു തരാൻ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ മുന്നിലിറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം, ഒരൊറ്റ കാര്യം മാത്രം പറയാം, 2 കോടിക്കാലിലും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊല്ലാൻ മടിയില്ലാതെ ഒരൊറ്റ കേസ് ഒരു തരത്തിലും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ധീരജിന്റെ, നിങ്ങൾ കൊലപ്പെടുത്തിയ ധീരജിന്റെ പ്രസ്ഥാനമാണ്. ഇത് അഭിമന്യുവിന്റെ പ്രസ്ഥാനമാണ്. 35 മനുഷ്യരുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തമ്മിലടിച്ച് ചാവുന്ന നിങ്ങളെ പോലുള്ള എംബോക്കികളുടെ ക്ലാസ് സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സമര വളണ്ടിയർമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് ദേശീയ വ്യാപകമായി SFI വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്.
ഇന്ന് രാജ്യത്തെ സർവകലാശാലകളിലെ, കോളേജുകളിലെ, സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികൾ ഉപേക്ഷിച്ച് ഇന്ത്യൻ തെരുവുകൾക്കകത്ത് ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ സമരം ഇന്ന് രാജ്യത്തിന്റെ തെരുവുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാധ്യത തുറന്നിട്ട് കൊടുക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയവും NTA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും ദുരിതപൂർണമായ അനുഭവങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുടെ നീറ്റ് UG പരീക്ഷ രാജ്യത്തെ എഴുതിയത് 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ്. 24 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളുടെ ആകെ ഭാവി ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് വലിയ ക്രമക്കേട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നിരിക്കുന്നു. ഇന്നോളം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്കുള്ള കുംഭകോണമായി നീറ്റ് UG പരീക്ഷ മാറിയതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ക്രമക്കേടിനെ, തട്ടിപ്പിനെ, കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. വലിയ കെടുകാര്യസ്ഥത NTA ആസ്ഥാനം മുതൽ ഇങ്ങോട്ട് താഴേക്ക് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പരീക്ഷയുടെ ദിവസങ്ങൾക്ക് മുൻപ് 25 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപയ്ക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഇന്ത്യയുടെ മാർക്കറ്റിൽ വിൽക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നു. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷ എഴുതുന്ന നിലയുണ്ടായി. നെറ്റ് പരീക്ഷ നടക്കുന്നതിന്റെ 6 ദിവസം മുൻപ് മുതൽ ടെലഗ്രാം ഉൾപ്പെടെ വിവിധ നവമാധ്യമ സാധ്യതകളിലൂടെ 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ വിൽക്കുന്ന നിലയുണ്ടാകുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ഇതിനാവശ്യമായ എല്ലാ ഒത്താശയും പാടുന്ന കാഴ്ച നമ്മൾ കാണാം. നീറ്റ് PG പരീക്ഷയ്ക്കും സമാനമായ നിലയുണ്ടാകുന്നു. നീറ്റ് PG പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെന്ററുകളിലെത്തി പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിലാണ് തലേ ദിവസം രാത്രി 11 മണിയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. നീറ്റ് PG പരീക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഈ നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുകൊണ്ട് പന്താടുന്ന സമീപനം സ്വീകരിക്കുന്നു. NTA ആസ്ഥാനത്തുൾപ്പെടെ ഈ കുംഭകോണത്തിന്റെ നടത്തിപ്പുകാരുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവിധ വിവരങ്ങൾ പുറത്തു വന്നു. നീറ്റ് പരീക്ഷയുടെ ഗ്രേസ് മാർക്ക് വിതരണം ഉൾപ്പെടെ നടന്ന ഘട്ടത്തിൽ ഈ നിലയിൽ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭാവി ആശങ്കയിലായി. നാളെ എന്ത് എന്ന് ചോദിച്ച് രാജ്യത്തിന്റെ തെരുവുകളിൽ സമരമായി മാറേണ്ടുന്ന ഗതികേടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയുണ്ടായി. ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് SFI ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഏറ്റവും അടിയന്തരമായി ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോട് മാപ്പ് പറയുന്നതിന് വേണ്ടിയും തയ്യാറാകണം എന്നുള്ളതാണ്. സമാനമായ നിലയിൽ നമുക്കറിയാം രാജ്യത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് അവയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും സംഘപരിവാറിന്റെ അജണ്ട നിർമ്മിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന RSS വിടുപണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നാടിനകത്ത്, സംസ്ഥാനത്തിനകത്തെ സർവകലാശാല നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണസമിതികൾക്കകത്തേക്ക് സംഘപരിവാർ ക്രിമിനലുകളെ കുത്തിക്കയറ്റുന്നതിനു വേണ്ടി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമം നടത്തിയത്, അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റികൾക്കകത്ത് സർവകലാശാലകളുടെ പ്രതിനിധികളില്ലാതെ ഏകപക്ഷീയമായി ഞാനും അപ്പനും അപ്പന്റെ പെങ്ങള് സുഭദ്രയും എന്ന കണക്ക് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം. ഈ നാടിനകത്തെ ഫെഡറൽ സംവിധാനത്തെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് അകത്തിരിക്കുന്ന ചങ്ങാതി രാജാവാണെന്ന് തെറ്റിദ്ധരിച്ച് തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ നാടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം സർവകലാശാലകളുടെ സെനറ്റിനകത്തേക്കോ സിൻഡിക്കേറ്റിനകത്തേക്കോ വൈസ് ചാൻസലർ പദവിയിലേക്കോ ആരെയെങ്കിലും കൊണ്ടിരുത്തുക എന്നുള്ള കേവലമായ ഉദ്ദേശമല്ല.
നമ്മുടെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള RSSന്റെ ആസൂത്രിതമായ പദ്ധതിയാണ്. അതിനെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ചെറുക്കുക എന്ന ഉത്തരവാദിത്വം കേവലം അക്കാദമിക സമൂഹത്തിൻ്റെതും മാത്രമല്ല, ഈ നാടിന്റെ ആകെ ഉത്തരവാദിത്വമാണ്. ഈ നാടിന്റെ മതനിരപേക്ഷ സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള തുടർ സമരങ്ങൾക്കകത്ത് ഈ നാടിന്റെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഐതിഹാസികമായ സമരങ്ങളുടെ തുടർച്ചയുണ്ടാകും. ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖല മികച്ചതായി നിലനിർത്തുന്നതിനു വേണ്ടി, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിക്കുന്നതിനു വേണ്ടി ഐതിഹാസികമായ സമരങ്ങൾക്ക് ഇന്ത്യൻ തെരുവുകൾക്കകത്ത് SFI നേതൃത്വം കൊടുക്കും എന്നു മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ സമരങ്ങളുമായി പ്രക്ഷോഭങ്ങളുമായി വിദ്യാർത്ഥി പക്ഷത്തെ നിലയുറപ്പിച്ച് ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ SFIയെ തകർക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി, SFIയെ അങ്ങ് ഭസ്മീകരിച്ച് കളയുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾക്കകത്ത് നിന്ന് ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. അധ്യയന വർഷം ആരംഭിച്ച ഘട്ടാണ്. ഈ അധ്യയന വർഷ ആരംഭം മുതൽ ആസൂത്രിതമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തെ സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഹമ്മതത്തോടുകൂടി ആഹ്വാനത്തിന്റെ ഭാഗമായി KSU ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ വിവിധ ക്യാമ്പസുകൾക്കകത്ത് SFI പ്രവർത്തകർക്കു നേരെ ആക്രമണം ഉണ്ടായി. കാര്യവട്ടം ക്യാമ്പസിനകത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഈ നാട്ടിലെ ചില കോൺഗ്രസ് ഗുണ്ടകൾ കടന്നു വരുന്ന നിലയുണ്ടായി. ഇന്നലത്തെ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിക്കുന്ന നിലയുണ്ടാകില്ല. KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 4-3 ആൾ ചേർന്ന് SFIയുടെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടിയും SFI പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും SFIക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഈ നഗരഹൃദയത്തിൽ നടന്നിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. 4-3 ആളെയും കൊണ്ട് SFI അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചങ്ങാതിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. ഇന്നലെ സംസ്കൃത കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾക്കകത്ത് കയറി നിന്ന് നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടാണ്. അങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞിട്ട് നാളെ തലപൊള്ളി എന്ന് പറഞ്ഞ് മോങ്ങാൻ വന്നിട്ട് കാര്യമുണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. സമാധാനപരമായി ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്യാമ്പസുകളെ അക്രമത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ടിയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അവസാനിപ്പിക്കണം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ.
ിക്കട്ടെ